രാജീവ് 24-നോട് പറഞ്ഞു. വികസന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോകായുക്ത വിഷയത്തിലെ ഹൈക്കോടതി വിധി പ്രതിപക്ഷത്തിനേറ്റ അടിയെന്നും പി രാജീവ് പറഞ്ഞു. കാണാം ഉന്മേഷ് ശിവരാമൻ തയ്യാറാക്കിയ ബാറ്റിൽ ഗ്രൗണ്ട്. കളമശ്ശേരിയിലും അവസാനവട്ട പ്രചാരണമാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി മന്ത്രി ശ്രീ പി രാജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ പി രാജീവ്, ഇപ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോർക്കളത്തിലുണ്ട്. അതിൽ ചൂടുപിടിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ നടക്കുമെന്ന് കരുതിയിരുന്ന ഒരു വികസന സംവാദമാണ്, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സംവാദം. LDF സർക്കാരാണെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തിറക്കി വികസന നേട്ടങ്ങൾ ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വികസന സംവാദം നേർക്കുനേർ നടന്നിരുന്നുവെങ്കിൽ അത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കൂടുതൽ സഹായകമാകുമായിരുന്നില്ലേ? അല്ല, അത് സംവാദത്തിന്റെ സ്വഭാവവും പ്ലാറ്റ്ഫോമും എങ്ങനെയാണെന്നുള്ളതാണല്ലോ. സംവാദത്തിലേറെ തർക്കങ്ങളില്ലല്ലോ. ഇവിടെ വികസനം ചർച്ച ചെയ്യണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുവെ മുന്നണിയുടെയും കാഴ്ചപ്പാടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം സംവാദത്തിന് ഞങ്ങൾ തന്നെ തയ്യാറായത്. വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ബോധപൂർവം UDF ക്യാമ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സംവാദത്തിന്റെ പ്ലാറ്റ്ഫോം ഇന്നതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നാം കാണേണ്ടതല്ല ഇന്നലത്തെ ഹൈക്കോടതി വിധി, ലോകായുക്ത ഇപ്പൊ എത്രാമത്തെ വിധിയിലാണ് ഈ പ്രതിപക്ഷത്തിന് തുടർച്ചയായുള്ള അടിയേറ്റുകൊണ്ടിരിക്കുന്നത്. AI ക്യാമറ, അതിനകത്ത് കനത്ത തിരിച്ചടിയേറ്റു. ഫോണുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, കേസ്, അതിനകത്ത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് അല്ലേ എന്ന് കോടതി തന്നെ ചോദിക്കുകയുണ്ടായി. ഡാറ്റ ചോർച്ച, സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിൽ തിരിച്ചടിയേറ്റു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോകായുക്തയിൽ തിരിച്ചടിയേറ്റു. അപ്പോ ഏതെല്ലാം കാര്യങ്ങളാണോ ഗവൺമെന്റിനെതിരെ പറയാൻ ശ്രമിച്ചത് അതെല്ലാം കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. പ്രതിപക്ഷം ഈ വികസന അജണ്ടകൾക്കപ്പുറത്തേക്ക് മറ്റു ചില വിഷയങ്ങൾ കൊണ്ടുവന്നു. ആ കെണിയിൽ LDF വീണുപോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യുക എന്നതാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്നുള്ളത്. അത് കഴിഞ്ഞ ആദ്യത്തെ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അത് ബലൂൺ പോലെ പൊട്ടി. ഇപ്പൊ രണ്ടാമത് ശ്രമിച്ചു, അതും തുറന്നു കാട്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ 10 വർഷമുണ്ടായ മാറ്റം മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ്. അതിന് തുടർച്ച ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ പൊതുവായ ആവശ്യമാണ്. ഇപ്പൊ വികസനം ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളും കഴിഞ്ഞ 10 വർഷം ഒരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളും കേരളത്തിൽ ഉണ്ടായില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഗീയ കലാപങ്ങൾ ഇല്ലാതിരുന്നത് ഒരു വർഗീയതയുമായിട്ട് സന്ധി ചെയ്യുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് കേരളീയ സമൂഹത്തിൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷെ അപ്പോഴും ഈ UDF ചോദിക്കുന്ന എന്തുകൊണ്ടാണ് STPI വോട്ട് വേണ്ടെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയാത്തെന്നൊരു ചോദ്യമുണ്ട് നിയമത്തിൽ. UDF പറഞ്ഞോ വേണ്ടെന്ന്? UDF വി സതീശൻ പറഞ്ഞല്ലോ STPI വോട്ട് വേണ്ട എന്നത് UDF തീരുമാനമാണെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞില്ലല്ലോ, UDF ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു. UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ മണ്ഡലത്തിൽ STPI സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ കളമശ്ശേരിയിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ STPIയുടെ സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ ഭരണത്തിൽ തുടർച്ച ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ വർഗീയതയ്ക്ക് കീഴടങ്ങരുത് എന്നും കരുതുന്ന നല്ലൊരു വിഭാഗം ആളുകൾ മുൻ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അവർ വോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങളാണല്ലോ പറയുന്നത്. ഇവിടെ STPI മത്സരിക്കുന്നു, ഇവിടെ മറ്റു പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. എന്നാൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നില്ല. കേരളത്തിലെ എല്ലായിടത്തും അവർ ഇവരുടെ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ STPI ആണോ ജമാഅത്ത് ഇസ്ലാമിയാണോ അത് എന്റെ സതീശൻ പറയാത്തത്? ദേശാഭിമാനി എന്നൊരു പുതിയ വിഷയം കൊണ്ടുവരുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോടകം വീട് കയറി ഈ ഡേറ്റാ ശേഖരണം നടത്തുന്നുണ്ട്. അത് ഈ സ്വകാര്യ കുത്തകകളെ, ആശുപത്രികളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണെന്ന്. അത്തരത്തിൽ കൃത്യമായ വിവരങ്ങളോ എന്തെങ്കിലും പരാതികളോ ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ആണല്ലോ അത്തരത്തിലുള്ള എല്ലാ ഡാറ്റ ചോർച്ചയും പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നാക്രമണം, ഗവൺമെന്റ് തന്നെ സർവേ നടത്തുന്നത് വിവരങ്ങൾ ശേഖരണമാണ്, സ്പ്രിംഗ്ലർ ഡാറ്റ ശേഖരണം. ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഭരണത്തിൽ വരില്ല എന്ന് നല്ല ഉറപ്പോടുകൂടി പറയുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2000 രൂപയുണ്ടെങ്കിൽ അതിലാകെ 100 രൂപയാണ് കോൺഗ്രസിന്റെ സംഭാവന. ആ 100 രൂപ തന്നെ പിന്നീട് VS ഗവൺമെന്റ് വന്നപ്പോഴാണ് നൽകിയത്. പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ നാട് കണ്ടു? കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വാഗ്ദാനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച ഏക മുന്നണി ഗവൺമെന്റ് കേരളത്തിലെയാണ്.
അപ്പോൾ ജനങ്ങളോട് ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയ പ്രകടന പത്രികയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 16, 21, 26 സർക്കാരുകൾ പിന്തുടർന്നിട്ടുള്ളത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് അങ്ങനെ ചരിത്രമുണ്ട്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ അവർക്ക് വലിയ മടിയുണ്ടാവില്ല. പക്ഷെ ഒന്നും തന്നെ പ്രയോഗത്തിൽ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള കോൺഗ്രസിന്റെ രീതി എന്നുള്ളത്. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു. അപ്പോൾ കളമശ്ശേരിയിൽ പ്രചാരണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. വാഹന പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി മന്ത്രി കൂടിയായ ശ്രീ പി രാജീവ്. ക്യാമറാമാൻ അനുവിനൊപ്പം ഉന്മേഷ് ശിവരാമൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.